السلام عليكم ورحمة الله وبركاته. بسم الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇസ്മിന്റെ ഗുണവിശേഷങ്ങളിൽ നാലാമത്തേതായ അൽ ഖസം അല്ലെങ്കിൽ ടൈപ്പ് എന്നുള്ള വിഷയത്തെ കുറിച്ചാണ്. ടൈപ്പിൽ രണ്ടു തരം ടൈപ്പ് ഉണ്ട്. ഒന്ന് കോമണും ഒന്ന് പ്രോപ്പറും. കോമണിനെ നെക്കിറ എന്ന് പറയും, പ്രോപ്പറിനെ മാരിഫ എന്ന് പറയും. ഇപ്പൊ കോമൺ ആയിട്ടുള്ള വാക്കുകളെ നമ്മൾ ഒരു വ്യക്തത ഇല്ലാതെ പറയപ്പെടുന്നതിനാണ് കോമൺ ആയിട്ട് വരുന്ന വാക്കുകൾ എന്ന് പറയുന്നത്. അതായത് ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടി എന്നുള്ളത് പൊതുവെ പറയുന്ന ഒരു വാക്കായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ വ്യക്തമായിട്ടുള്ള ഒരാളെ സൂചിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷം വരുന്ന മറിയം എന്നുള്ളത് ഒരു വ്യക്തമായ വ്യക്തിയെ സൂചിപ്പിക്കുന്നു. അത് വ്യക്തത ഉണ്ടാക്കുന്നത് കാരണം അതിനെ പ്രോപ്പർ എന്ന് വിളിക്കുന്നു. ഒരു കസേര കോമൺ ആണ്, ആ കസേര എന്ന് പറയുമ്പോൾ അത് പ്രോപ്പർ ആണ്. ഇപ്പൊ കോമണിലും പ്രോപ്പറിലും നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് പ്രോപ്പറിനെ കുറിച്ചാണ്. പ്രോപ്പർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ പ്രോപ്പറിന്റെ സാധ്യതയൊന്നും ആ വാക്കിലില്ലെങ്കിൽ അത് കോമൺ ആണെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. 7 വിഭാഗങ്ങളുണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ഇസ്മുകളിൽ. അതിൽ ആദ്യത്തേത് അല്ല് ചേർക്കപ്പെടുന്ന ഇസ്മുകളാണ്. പല്ലുണ്ടെങ്കിൽ അത് ഇസ്മ നമുക്ക് ഉറപ്പാന്ന് അറിയായിരുന്നു. പല്ല് ഇസ്മിൽ ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വാക്ക് പ്രോപ്പർ ആണ് എന്നുള്ള പുതിയ അറിവ് കൂടി നമ്മൾ പഠിച്ചിരിക്കുകയാണ്. അതായത് അല്ല് കൂടി വരുമ്പോൾ നമ്മൾ മുസ്ലിമുൻ എന്നുള്ള വാക്കിൽ ഒരു മുസ്ലിം എന്നാണ് പറയുന്നതെങ്കിൽ അൽ മുസ്ലിമു എന്നുള്ള വാക്ക് വരുമ്പോൾ ആ മുസ്ലിം അല്ലെങ്കിൽ ഈ മുസ്ലിം എന്ന് വ്യക്തമാക്കി പറയുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് വ്യക്തമായ പേരുകളാണ്. അതായത് ഒരു വ്യക്തിയുടെ പേര് ഹംസ എന്നുള്ള വ്യക്തിയുടെ പേര് അത് ആ വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. അത് ആ വ്യക്തമായ സൂചന കാരണം അത് പ്രോപ്പറാണ്. അതുപോലെ സ്ഥലത്തിന്റെ പേരും മക്ക എന്നുള്ള സ്ഥലത്തിന്റെ വ്യക്തമായ പേര്. അതുകൊണ്ട് ആ സ്ഥലത്തെ തന്നെയാണ് അത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു നമുക്ക് സംശയമില്ല. ആ വ്യക്തത കാരണം അതിനെ പ്രോപ്പറായി നമ്മൾ മനസ്സിലാക്കുക. അതിന് പുറമെ പ്രോനൗണുകളുണ്ട്. പ്രോനൗണുകൾ നമുക്കറിയാം. എന്നീ പ്രോനൗണുകൾ പ്രോപ്പറായ ഇസ്മുകളാണ്. അതിന് പുറമെ വരുന്ന അസ്മാ ഉൽ ഇഷാറ. അസ്മാ ഉൽ ഇഷാറ എന്ന് പറയുന്നത് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന വാക്കുകളാണ്. അതായത് ഹാദ ഹാദാനി ഹഉലായി, ഹാദിഹി ഹാതാനി ഹഉലായി, ദാലിക ദാനിക ഉലൈക, തിൽക താനിക ഉലൈക. അതായത് ഇത്, അത്, അവ, ഇവ എന്നുള്ളതൊക്കെ ചൂണ്ടിക്കാണിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് അസ്മാഉൽ ഇഷാറ. അത് നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പൊ തൽക്കാലം ഇത് പ്രോപ്പറായ വാക്കുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം വരുന്നത് അസ്മാഉൽ മൗസൂൽ. അസ്മാഉൽ മൗസൂൽ എന്നുള്ളതും അല്ലദി, അല്ലദാനി, അല്ലദീന എന്നീ വാക്കുകളൊക്കെ പ്രോപ്പറായ ഇസ്മുകളാണെന്ന് തൽക്കാലം മനസ്സിലാക്കുക. ഇതിനെക്കുറിച്ച് പിന്നീട് നമ്മൾ പഠിക്കുന്നതാണ്. 6ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് മുനാദയാണ്, വിളിക്കപ്പെടുന്നവൻ. അതായത് അറബിയിൽ സാധാരണ വിളിക്കുമ്പോൾ യാ കൂട്ടിയിട്ടാണ് അധികവും വിളിക്കുക. ഇവിടെ യാ ബലദ് എന്നൊക്കെ വിളിക്കുമ്പോൾ ആ വലതിനെ നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ ആ വ്യക്തിയെ തന്നെ ആയിരിക്കും വിളിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ വിളിക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ സൂചിപ്പിച്ച് തന്നെ നമ്മൾ വിളിക്കുന്നത് കാരണം ആ യാക്ക് ശേഷം വരുന്ന ആ വലത് എന്നുള്ളത് പ്രോപ്പറാവും. അതേപോലെ യാ ഹംസത്തൂല് ഹംസത്തു എന്നുള്ളത് മാരിഫയാകുന്നു, അതായത് പ്രോപ്പർ ആകുന്നു. 7ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് മുലാഫ് ഇലൈഹി. പ്രോപ്പർ ആണെങ്കിൽ മുലാഫും പ്രോപ്പർ ആയിരിക്കും. അതായത് ഒരു മുലാഫ് ഇലൈഹി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 2ാമത്തെ വാക്കായ മുലാഫ് ഇലൈഹിയുടെ ടൈപ്പ് അറിഞ്ഞാൽ മാത്രമേ മുലാഫിന്റെ ടൈപ്പ് നമുക്ക് തീരുമാനിക്കാൻ പറ്റൂ. അതാണ് നമ്മളിവിടെ ഈ 7ാമത്തെ വിഭാഗത്തിൽ പഠിക്കുന്നത്. ഈ അഭ്യാസം നമുക്കൊന്ന് നോക്കാം. ഹുവ എന്നുള്ളത് പ്രോപ്പറാണോ കോമൺ ആണോ? ഹുവ എന്നുള്ളത് പ്രോപ്പറാണ്, കാരണം അത് പ്രോനൗൺ ആണ്. ഹുദൻ എന്നുള്ളത് പ്രോപ്പറാണോ കോമൺ ആണോ? ഹുദൻ എന്നുള്ളത് നമ്മൾ പഠിച്ച 7 വിഭാഗത്തിലും പെടുന്നില്ല എന്നുള്ളതാണ്. അത് കോമൺ ആണ്. അക്രമം എന്നുള്ളതും 7 വിഭാഗത്തിലും പെടുന്നില്ല, കാരണം അക്രമം എന്നുള്ളത് ഒരു പേരല്ല. അക്രമം എന്നുള്ളത് ഉത്തമൻ എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ ഉള്ളൊരു വാക്കായിട്ടാണ് ഇവിടെ ഉള്ളത്. അത് പേരാണെങ്കിൽ മാത്രമേ അത് പ്രോപ്പർ ആവുള്ളൂ, അല്ലെങ്കിൽ അത് കോമൺ ആണ്. മുത്തത്തു എന്നുള്ളത് ഒരു സ്ഥലത്തിന്റെ വ്യക്തമായ പേരായതുകൊണ്ട് അത് പ്രോപ്പർ ആണ്, നമ്മൾ പഠിച്ചിരുന്നു. അതുപോലെ സായിലി എന്നുള്ളത് അല്ലുള്ളത് കാരണം അത് പ്രോപ്പറായി മാറി. സബീലൻ എന്നുള്ളതിൽ പ്രോപ്പറിന്റെ ഒരു സാധ്യതയെ നമ്മൾ കാണുന്നില്ല, അതുകൊണ്ട് അത് കോമൺ ആണ്. ആദാ എന്നുള്ളത് അസ്മാ ഉൽ ഇഷാറ, ചൂണ്ടിക്കാണിക്കപ്പെടുന്ന വാക്കുകളിൽ ഒന്നാണ്. അത് പ്രോപ്പർ ആണ്, നമ്മൾ മനസ്സിലാക്കിയിരുന്നു. മുഹമ്മദ് എന്നുള്ളത് ഒരു വ്യക്തമായ പേരാണ്. അപ്പൊ ആ വ്യക്തിയുടെ പേര് പ്രോപ്പർ ആണെന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു. ഇവിടെ മുലാഫിലേഹിയുടെ ഉദാഹരണം നമുക്ക് വേണമെങ്കിൽ ഇത് വെച്ച് നോക്കാം. കുല്ലു മസ്ജിദിൻ എന്നുള്ളതിൽ കുല്ലു എന്നുള്ളത് മുലാഫാണ്, മസ്ജിദിൻ എന്നുള്ളത് മുലാഫ് ഇലൈഹിയാണ്. അപ്പൊ കുല്ലുവിന്റെ ടൈപ്പ് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ മസ്ജിദിൻ എന്നുള്ളതിന്റെ ടൈപ്പ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം. മസ്ജിദിൻ എന്നുള്ളതിൽ പ്രോപ്പർ ആയിട്ടുള്ള സാധ്യതകളൊന്നും കാണാത്തത് കാരണം അത് കോമൺ ആണ്. അപ്പൊ കുല്ലു എന്നുള്ള വാക്കും കോമൺ ആയി മാറുന്നതാണ്. 2ാമത്തെ ഉദാഹരണം കുല്ലുൽ മസ്ജിദി എന്നുള്ളതിൽ അൽ മസ്ജിദിയുടെ ടൈപ്പ് നോക്കുകയാണെങ്കിൽ അല്ല് വന്നത് കാരണം ആ വാക്ക് പ്രോപ്പർ ആണ്. അപ്പൊ കുല്ലു എന്നുള്ള വാക്കും പ്രോപ്പർ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.